ടെലികോം രംഗത്തും പുതിയ വിദേശ നിക്ഷേപം കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. കരാർ പ്രകാരം ഇന്ത്യയിൽ ടെലികോം രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിന് അനുമതി ലഭിക്കും എന്നാണ് അറിയുന്നത്. ഇൻഷുറൻസിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പരമാവധി 74% വരെ ആകും എന്നും അറിയുന്നു. പരിസ്ഥിതി സേവനങ്ങൾക്ക് ബ്രിട്ടീഷ് കമ്പനികൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ടെലികോം നിർമ്മാണ മേഖലയിൽ UK കമ്പനികൾക്ക് സേവനങ്ങൾ നൽകാം എന്നാണ്. അവയെ ഇന്ത്യൻ സ്ഥാപനങ്ങളെ പോലെ കണക്കാക്കാമെന്നും അറിയപ്പെടുന്നു. വാർഷിക ക്വാട്ടയിൽ യോഗ പരിശീലകർക്കും ശാസ്ത്രീയ സംഗീതജ്ഞർക്കും 1800 വിസ നൽകുമെന്നാണ് UK സമ്മതിച്ചിരിക്കുന്നത്. ബിസിനസ് സന്ദർശകർക്ക് IT പ്രൊഫഷണലുകൾക്ക് വിസ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം വർക്ക് വിസ പുനഃസ്ഥാപിച്ചിട്ടുമില്ല. നിറയും കേരളത്തിന്റെ കള്ള്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരമായതോടെ ബ്രിട്ടനിലെ മദ്യശാലകളിൽ സ്കോച്ച് വിസ്കിക്കും മറ്റ് അന്താരാഷ്ട്ര പാനീയങ്ങൾക്കും ഇടയിൽ കേരളത്തിന്റെ സ്വന്തം കള്ളിനും സാധ്യത കൂടുകയാണ്. ഗോവൻ ഫെനി, നാസിക്കിലെ വൈനുകൾ തുടങ്ങിയ ഇന്ത്യയുടെ മറ്റു ചില ലഹരി പാനീയങ്ങളും കരാർ പ്രകാരം ബ്രിട്ടനിലെത്തും. ഇന്ത്യൻ ലഹരി പാനീയങ്ങളുടെ രുചിയും പൈതൃകവും ബ്രിട്ടനിലുള്ളവരും അറിയുന്നതോടെ അവയ്ക്ക് ഭൂമിശാസ്ത്ര സൂചിക പദവിയും ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്ത്രപരമായ നീക്കവുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നയതന്ത്ര വളച്ചുകെട്ടൽ ഇല്ലാതെ പറഞ്ഞാൽ അമേരിക്കയുമായി മാത്രമല്ല ഇന്ത്യക്ക് വ്യാപാരം എന്ന തുറന്നു പറച്ചിൽ ഇതിലുണ്ട്. അതേസമയം അമേരിക്കയെ വെറുപ്പിക്കാതിരിക്കാനും ഈ കരാർ സഹായിക്കുമെന്ന് ന്യൂഡൽഹിയിലെ തന്ത്രജ്ഞർ കരുതുന്നുമുണ്ട്. ട്രംപിന് ലോകത്ത് ഏറ്റവും ആദരം ഉണ്ടെന്ന് പറയുന്ന രാജ്യം ബ്രിട്ടനാണ്. അവരോട് കരാർ ഉണ്ടാക്കിയതിന് കുറ്റം പറയാനാവില്ല എന്നാണ് പറയുന്നത്. ഉൽപ്പന്ന വ്യാപാരം മാത്രമല്ല, സേവന മേഖലയിലെ വ്യാപാരം, പ്രൊഫഷണലുകൾക്കുള്ള പരിശീലനം, തൊഴിലവസരം, വിസ, വിദ്യാഭ്യാസം, പരസ്പരമുള്ള മൂലധന നിക്ഷേപം തുടങ്ങി എല്ലാ വിഷയങ്ങളും സ്പർശിക്കുന്നതാണ് കരാർ. ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടൻ വാങ്ങുന്ന സാധനങ്ങൾക്കുള്ള ശരാശരി തീരുവ 15% നിന്നും 3% കുറയുകയും ചെയ്യും. ബ്രിട്ടനിലേക്ക് കർഷകോൽപ്പന്നങ്ങൾ കയറ്റുമതി 3 വർഷം കൊണ്ട് 20% വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത് ബ്രിട്ടീഷുകാർക്ക് ലാഭകരമാകും. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പാക്ക് ചെയ്തവ കുറഞ്ഞ തീരുവയോടെ അവിടെ വിപണി പിടിച്ചടക്കിയിരിക്കുകയാണ്. ബ്രിട്ടനിൽ വിൽക്കുന്ന കാപ്പിയിൽ 1.7%, തേയിലയിൽ 2.6%, സുഗന്ധവ്യഞ്ജനങ്ങളിൽ 2.9% മാത്രമായി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ചെല്ലുന്നുള്ളൂ. ബ്രിട്ടനിലെ വിലയുടെ 3 ഇരട്ടി നൽകി ഇന്ത്യയിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് അതിസമ്പന്നർ രക്ഷപ്പെടും. ബ്രിട്ടനിൽ നിന്നും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും പഴങ്ങളും കായികയിനങ്ങളും പച്ചക്കറികളും പഴങ്ങളും മാംസങ്ങളും ഇന്ത്യയിലേക്ക് വരും. ചോക്ലേറ്റുകളും സൗന്ദര്യ സംവർദ്ധകങ്ങളും സ്പ്രേകളും ലഘുപാനീയങ്ങളും ഒക്കെ കുറഞ്ഞ ചുങ്കത്തിൽ ഇറക്കുമതി ചെയ്യാനും കഴിയുമെന്നാണ് അറിയുന്നത്. നവീന മെഡിക്കൽ ഉപകരണങ്ങളും ശരീരത്തിൽ പിടിപ്പിക്കാനുള്ള സാധനങ്ങളും മറ്റും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ലാഭകരമാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പേറ്റന്റ് കാലാവധി കഴിഞ്ഞ ജനറിക് മരുന്നുകൾ, എക്സ്റേ മെഷീൻ, ECG മെഷീൻ തുടങ്ങിയവ ബ്രിട്ടനിലേക്ക് ചുങ്കമില്ലാതെ കയറ്റുമതി ചെയ്യാനും കഴിയും. ഈ സമഗ്ര സാമ്പത്തിക കരാർ പൂർണ്ണമായും നടപ്പാകുമ്പോൾ അതിന് 10 വർഷമെങ്കിലും എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 99% കയറ്റുമതി ഇനങ്ങൾക്കും തീരുവ ഇല്ലാതാകും എന്നുള്ളതും അറിയുന്നു. ബ്രിട്ടനിൽ കരാർ അടിസ്ഥാനത്തിലോ താത്കാലികമായ ജോലി ചെയ്യുന്നവരെ സാമൂഹിക സുരക്ഷാ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നത് 75,000 പേർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് അറിയുന്നത്. ബ്രിട്ടനിൽ 36 മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവർക്കും ഓഫീസ് ഇല്ലാതെ 2 വർഷം വരെ ഫ്രീലാൻസർമാരായി ബ്രിട്ടനിൽ ജോലി ചെയ്യാമെന്നും ഇന്ത്യയിലെ പ്രമുഖ IT സേവന കമ്പനികൾക്ക് വർഷം 60,000 പേരെ വരെ ഈ വ്യവസ്ഥയിൽ അയക്കാൻ പറ്റുമെന്നും ഷെഫുമാർ, യോഗ പരിശീലകർ, സംഗീതജ്ഞർ തുടങ്ങിയവർക്കും ഈ സൗകര്യം ഉപയോഗിക്കാം എന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ 40,000 സർക്കാർ ടെൻഡറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് പങ്കെടുക്കാനാവും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മൂലധന നിക്ഷേപവും ബ്രിട്ടനിലെ ഇന്ത്യൻ നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതാണ് കരാർ. ബ്രെക്സിറ്റ് കഴിഞ്ഞ് വലിയ സാമ്പത്തിക നീക്കങ്ങൾ ഒന്നും നടത്താൻ പറ്റാതിരുന്ന ബ്രിട്ടന് ഇന്ത്യയുമായുള്ള കരാർ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അറിയുന്നത്. GDP വെച്ചുള്ള IMF റാങ്കിങ്ങിൽ ലോകത്ത് 6ാം സ്ഥാനത്താണ് ബ്രിട്ടൻ.
ഇന്ത്യ 5ാം സ്ഥാനത്തും. പഴയ സാമ്രാജ്യത്വ ശക്തി ഇന്ന് താരതമ്യേന ദുർബലമായി വരികയാണ്. ഇതുപോലെ വളരുന്ന സാമ്പത്തിക ശക്തികളോട് നല്ല ബന്ധം പുലർത്തുന്നത് അവർക്കും നല്ലതാണ്. അതാണ് ഈ കരാറിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രെക്സിറ്റ് പരാജയപ്പെട്ടതോടെ സാമ്പത്തിക നീക്കങ്ങൾ ഒന്നും നടത്താൻ പറ്റാതിരുന്ന ബ്രിട്ടന് ഇന്ത്യയുമായുള്ള കരാർ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സ്വതന്ത്ര വ്യാപാര കരാറായി മാറ്റങ്ങൾ വരുന്നത്. 3 വർഷത്തെ ഉഭയകക്ഷി ചർച്ചകൾക്കും നയതന്ത്ര വിലപേശലുകൾക്കും ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, ചെരുപ്പ്, രത്നങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഘടകങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് ബ്രിട്ടനിൽ പൂർണ്ണമായും നികുതി ഒഴിവാകും എന്നാണ് അറിയുന്നത്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന 90% ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെയും തീരുവയും കുറയും. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ ശരാശരി 15% തീരുവ 3% എന്നും അറിയുന്നു. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിൽ 100%-ൽ നിന്ന് 10%-ആയി കുറയ്ക്കും എന്നാണ് അറിയുന്നത്. പകരമായി ഇന്ത്യയുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹന നിർമ്മാതാക്കൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ബോറിസ് ജോൺസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 2022-ൽ ആരംഭിച്ച കരാർ ചർച്ചകൾ കഴിഞ്ഞ ഈ മെയിലാണ് അവസാനിപ്പിച്ചത്. ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് UK-യിലുള്ള 8 മുതൽ 12% ഇറക്കുമതി നികുതി നീക്കും എന്നാണ് അറിയുന്നത്. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾക്കും തുക ഉൽപ്പന്നങ്ങൾക്കും UK-യിൽ നികുതിയില്ല എന്നാണ് അറിയുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കിയും ജിന്നും 150% മുതൽ 75% വരെ നികുതി നൽകുന്നത് 10 വർഷം കൊണ്ട് 40%-ആയി കുറയ്ക്കുമെന്നും അറിയുന്നു. 3 വർഷത്തേക്ക് വരെ UK-യിലെത്തുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് കരാർ ജീവനക്കാർക്കും സാമൂഹ്യ സുരക്ഷാ സംഭാവന നൽകുന്നതിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. കരാറുകൾ ഏറ്റെടുക്കാൻ ബ്രിട്ടീഷ് കമ്പനികൾക്ക് അവസരം നൽകുകയും ചെയ്യും. ബിരുദങ്ങൾ അംഗീകരിക്കും. വിസ ചട്ടങ്ങളെ ഇളവ് വരുത്താനും ആലോചിക്കുന്നുണ്ട്. UK നിർമ്മിത ആഡംബര വാഹനങ്ങൾക്ക് 100%-ന് മുകളിൽ നികുതി 10%-ആയി കുറയ്ക്കുവാനും ആലോചിക്കുന്നു. 6 ബ്രിട്ടീഷ് സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കാൻ ഉദ്ദേശിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ചരിത്ര ദിനമെന്ന് മോദി, സുപ്രധാന വിജയമെന്ന് സ്റ്റാമറും ഈ കരാറിനെ അറിയിച്ചു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ചരിത്ര ദിനമാണെന്നാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട ശേഷം നരേന്ദ്രമോദി പറഞ്ഞത്. യുവാക്കൾ, കർഷകർ, വ്യവസായ മേഖല, ചെറുകിട ഇടത്തര വ്യവസായം, മത്സ്യമേഖല, പ്രതിരോധം തുടങ്ങിയ രംഗങ്ങളിൽ കരാർ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുമെന്നും അവകാശപ്പെടുന്നു. കരാർ ബ്രിട്ടനെ സംബന്ധിച്ച സുപ്രധാന വിജയമാണെന്ന്, അത് ഇരു രാജ്യത്തിനും ഗുണം ചെയ്യുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച ലണ്ടനിൽ മോദിയുടെയും സ്റ്റാമറുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് കരാർ അംഗീകരിച്ചിരിക്കുന്നത്. ഇരുവരുടെയും സാന്നിധ്യത്തിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജൊനാഥൻ റെയ്നോൾഡും കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ 1100 കോടി പൗണ്ടിന്റെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ബ്രിട്ടൻ ഇറക്കുമതി ചെയ്യുന്നതെന്ന് അറിയുന്നു. UK-യിലെ ഉന്നത വിദ്യാഭ്യാസത്തെ 6 സർവകലാശാലകളാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ സർവകലാശാല കഴിഞ്ഞ ആഴ്ച ഗുരുഗ്രാമിൽ ക്യാമ്പസ് തുടങ്ങിയിരുന്നു. ഇതുകൂടാതെ ലിവർപൂൾ, യോർക്ക്, അബർദിൻ, ബ്രിസ്റ്റോൾ സർവകലാശാലകളും വൈകാതെ ഇന്ത്യയിലെത്തുമെന്നാണ് നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ഈ കരാറിലൂടെ ഒരുപാട് ഉപകാരമാണ് ഇന്ത്യക്കും ബ്രിട്ടനും ലഭിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ കരാറിന്റെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിനെ കുറിച്ച്. ഈ കയറ്റുമതിയിൽ നികുതി കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിലും, ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും വില കുറയുന്നതോടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.